ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് എ സ്മൂത്ത് കർവ് എന്താണെന്നുള്ള ഫോർമുലയാണ്. സോ ലെങ്ത് ഓഫ് എ സ്മൂത്ത് കർവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. എ ഫംഗ്ഷൻ എഫ് ഓൺ എ ഇൻ്റർവെൽ ക്ലോസ് ഇൻ്റർവെൽ എ കോമ ബി ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ക്യാപിറ്റൽ എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാരാമീറ്ററൈസേഷൻ പ്രകാരമുള്ള കർവുകളുടെ ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കുക, അപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും, വൈ ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. സോ അതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്ത് വരുന്നത് ഈ രീതിയിലാണ്. ഇതിൻ്റെ ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അറിയണമെന്നില്ല. ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്. തന്നിരിക്കുന്ന കർവിനെ ലൈൻ സെഗ്മെൻ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫോർമുല എൻഡപ്പ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ക്യാപിറ്റൽ എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി മനസ്സിലാക്കി പറ്റും. സോ ഇതാണ് ഫോർമുല രണ്ടെണ്ണം. ലെങ്ത് ഓഫ് എ സ്മൂത്ത് കർവ് ഒന്നെന്താണ്, സി ബി എ സ്മൂത്ത് കർവ് റെപ്രസെൻറ്റഡ് ബൈ ദ പാരാമീറ്ററൈസേഷൻ ഇക്വേഷൻ എക്സ് ഈക്വൽ എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി വിത്ത് ദ പാരാമീറ്റർ ഇൻ്റർവെൽ ക്ലോസ് ഇൻ്റർവെൽ എ കോമ ബി if capital C does not intersect itself except possibly for t equal to a and t equal to b, then the length of C is integral a to b root of f dash of t whole square plus g dash of t whole square dt. ഇനി അത് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് ടി അല്ലാത്ത രീതിയിൽ വേറെ എക്സ് ഈക്വൾ ടു വൈ ഈക്വൾ ടു ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഫോർമുല ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി ടി എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടെ മനസ്സിലാവും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ ആർക്ക് ഓഫ് സൈക്ലോയിഡ്. സോ ഇങ്ങനെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് തരണമെന്നില്ല. ചിലപ്പോൾ എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു തീറ്റ ഇൻറ്റു സൈൻ മൈനസ് സൈൻ തീറ്റ, വൈ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ തരണം നിർബന്ധം ഇല്ല. അപ്പോൾ അത് ഇക്വേഷൻ തരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ രീതിയിൽ ചെയ്യാം. അല്ല പിന്നെ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അത് വെച്ച് ആ ഫോർമുല ഓർത്ത് വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, വൺ ആർക്ക് ഓഫ് ദ സൈക്ലോയിഡ് ഈസ് ട്രേസ്ഡ് ഔട്ട് ബൈ ലെറ്റിംഗ് തീറ്റ റൺസ് ഫ്രം 0 to 2π. നൗ എന്താ എക്സ് ഈക്വൽ ടു തന്നിട്ടുള്ള എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. സോ എന്നെ തീറ്റ വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. എന്താ വരിക, എ ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ ആണ്. സോ എന്തായി മാറും, അത് ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എടുക്കുമ്പോൾ ഉണ്ടാവും എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. 1 0 ആയി പോകും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. മൈനസ് കോസ് തീറ്റയ്ക്ക് വരെ എന്തായി മാറും, മൈനസ് സൈൻ തീറ്റ. സോ പ്ലസ് സൈൻ തീറ്റ എ സൈൻ തീറ്റ ആയി മാറി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ക്യാപിറ്റൽ എൽ ഈക്വൽ ടു എവിടെ നിന്ന് ഇവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, 0 to 2π വെച്ചാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇൻറ്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ ആണ്. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ സ്ക്വയർ കോമൺ ആണ്, മാറ്റിയെടുത്തു. മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായി മാറിയാൽ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നൊരു ടേം വരുന്നുണ്ട്. ആ ടേമിനെ മൊത്തത്തിൽ എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, 1 ആക്കി കളയാം. നമുക്കറിയാം എന്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് അറിയാം. സോ മൊത്തത്തിൽ ഫോർമുല എന്തായി മാറും, എ ഇൻറ്റു എൻ്റെ നിന്ന് എങ്ങനെയാണ്, എ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡി തീറ്റ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ഇതിനകത്ത് ഉപയോഗിക്കണം. എന്താണ് 1 മൈനസ് കോസ് തീറ്റ ഫോർമുല, എന്താ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നുള്ള ഫോർമുല ഉണ്ട്. സോ അത് ഉപയോഗിക്കാം അവിടെ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും, അത് എ ഇൻറ്റു 0 to 2π 4 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ഡി തീറ്റ. നേരത്തെ 2 ഉള്ളതുകൊണ്ടാണ് 4 ആയി മാറിയിട്ടുള്ളത്. സോ ഇന്ന് റൂട്ടിനുള്ളിൽ നിന്ന് കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാം. സോ 2a ഇൻറ്റു 0 to 2π സൈൻ തീറ്റ ബൈ 2 ഡി തീറ്റ. അതിലും അപ്പോൾ എന്താ വരും, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ മൈനസ് 4 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 0 to 2π. സോ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, 8a കിട്ടും. ഓക്കെ, ഇതിനുള്ള പ്രോബ്ലംസ് ഇതുപോലത്തെ പ്രോബ്ലംസ് എക്സസൈസിൽ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഉണ്ടാവും, വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഉണ്ടാവും. സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് ആ ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്തിൻ്റെ ഫോർമുല എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേബിൾ പോലെ എഴുതി ഉണ്ടാക്കി വെക്കണം. എന്ത് ഓരോന്നിൻ്റെയും ഫോർമുല ഇന്നതാണെന്നുള്ളത് ദിവസം ഒന്ന് വായിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. ഏരിയ ഓഫ് സർഫസ് റെവല്യൂഷൻ. ഓക്കെ, the area of surface revolution എന്താണെന്ന് പറയാൻ പോവാണ്. തിയറം, ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് റെപ്രസെൻറ്റഡ് ബൈ ദ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ജി ഓഫ് ടി വിത്ത് ദ പാരാമീറ്റർ ഇൻ്റർവെൽ ക്ലോസ് ഇൻ്റർവെൽ എ കോമ ബി ആൻഡ് സപ്പോസ് ദാറ്റ് സി ഡസ് നോട്ട് ഇൻ്റർസെക്ട് ഇറ്റ് സെൽഫ് except possibly at t equal to a and t equal to b. If g of t greater than equal to 0 for all t in close interval a comma b, then area S of the surface obtained by revolving c about the x-axis is. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതലും തന്നിരിക്കുന്ന സർഫസിനെ മൊത്തത്തിൽ നമ്മൾ
റിവോൾവ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ആ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സർഫസ് ഏരിയ എന്താണെന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അത് പല ക്വസ്റ്റ്യനിലും ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് തന്നിരിക്കുന്ന കർവിനെ റിവോൾവ് ചെയ്യണമെന്നുള്ളത് നോക്കണം. എക്സ് ആക്സിസിനെ ആണോ വൈ ആക്സിസിനെ ആണോ, അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണോ ഡി വൈ ആണെന്നുള്ളത് മാറുന്നുണ്ടാവും. ഏതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കേണ്ടി വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ പറഞ്ഞിട്ട് ഫോമുല 2π ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി, ഓർ 2π ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, തിരിച്ച് എഫ് ഓഫ് ടി ഗ്രേറ്റർ ആംഗിൾ 0 ആണ്. എസ് റിവോൾവിങ് അറൗണ്ട് ദ എക്സ് ആക്സിസ്. വൈ ആക്സിസ് ആണെങ്കിൽ ഫോമുലയിൽ വൈന് പകരം നോക്കുക എന്താ തന്നിരിക്കണമെന്നുള്ളത്. എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ വൈ ഒരു സാധനം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. തിരിച്ച് എറബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ അവിടെ എന്തായി മാറും, എക്സ് ആണ് ആ പൊസിഷനിൽ വരണമെന്നുള്ളത് ശ്രദ്ധിക്കുക. സോ ഫോമുല എഴുതി പഠിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം പഠിക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആൻസർ തെറ്റിപ്പോകും. ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഈ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് 4πr². സോ നമ്മൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് സർക്കിൾ ഉണ്ട്, നമുക്ക് എന്താ അറിയാം, പാരാമെട്രിക് ഇക്വേഷൻ അറിയാം അല്ലേ. എന്താ എക്സ് ഈക്വൽ ടു ആർ കോസ് ടി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള സർക്കിളാണ് നമ്മുടെ. അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഈക്വൽ ടു ആർ സൈൻ ടി ആണ്. സോ 0 ലെസ് ആംഗിൾ ടി ലെസ് ആംഗിൾ പൈ ആണ് നമ്മൾ റിവോൾവ് ചെയ്യാൻ പോകുന്നത്. So area of the surface is with respect to integral s equal to 2π into 0 to π r sin t. അതായത് y ആണ്, x ആക്സിസ് ആണ്, ഇവിടെ x ആക്സിസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. 2π into integral 0 to 2π r sin t root of അതിൽ ഡി എക്സ് ബൈ ഡി ടിയുടെയും ഡി വൈ ബൈ ഡി ടിയും ഡെറിവേറ്റീവ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൈനസ് ആർ സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് ആർ കോസ് ടി ഹോൾ സ്ക്വയർ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് സൈൻ സ്ക്വയറൊക്കെ വന്നു. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആക്കി റീപ്ലേസ് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. സോ ഈ ഫോമുലാസ് ആണ് അപ്പോൾ ഇവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക എന്തൊക്കെ ഫോമുലാസ് ഉണ്ടായിരുന്നു. ലെങ്ത് ഓഫ് ദി കർവ് ഉണ്ടായിരുന്നു, ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ പാരാമെട്രിക് ഇക്വേഷൻ വരുന്ന രീതിയിലുള്ള ഡി വൈ ബൈ ഡി ടി കാണാനും അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ കാണാനുള്ള ഫോമുലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആ ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ PDF ആക്കിയിട്ടുള്ളത് ഇട്ട് തരാം നിങ്ങൾക്ക്. സോ ഇതോടുകൂടി 10.3 സെക്ഷൻ അവസാനിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എക്സസൈസിലെ ക്വസ്റ്റ്യൻസിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് എന്നുള്ളത്. എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കാർഡിയോയിഡ് വിത്ത് പാരാമെട്രിക് 37-38 ഒക്കെ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആസ്ട്രോയിഡ് വിത്ത് പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ എ കോസ് ക്യൂബ് ടി വൈ ഈക്വൽ എ സൈൻ ക്യൂബ് ടി. സോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താണ് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കാണുക, ജസ്റ്റ് ആ ഫോമുലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ അതിലൊക്കെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഏരിയ ഓഫ് സർഫസിൻ്റെയും അതുപോലെ തന്നെ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടി വൈ ഈക്വൽ 2 മൈനസ് ടി 0 ടി ലെസ് ഈക്വൽ 2 തന്നിട്ടുണ്ട്. ഏരിയ കർവൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ച് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് പറ്റുമെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ.